ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അയ്യോ എന്റെ കാല് വീണു. അയ്യോ എന്താ? അതെ, അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നറിയാൻ വേണ്ടി മമ്മി ഇങ്ങനെ വിഷമിക്കൊന്നും വേണ്ട. ഓക്കെ? ഇനിയെങ്കിലും അങ്ങനെ ഒരു അവസ്ഥ വരാതെ നോക്കണം. ആരുടെ ഭാഗ്യത്തിനായി രക്ഷപ്പെട്ടെന്ന് അറിയില്ല. ഇല്ലായിരുന്നെങ്കിൽ ഗാഥ മാഡവും കൃഷ്ണയും മാമും എല്ലാവരും ഇപ്പൊ കളരിക്കൽക്കാരുടെ ചതിയുടെ പട്ടികയിൽ വന്നേനെ. ഒന്നും അറിഞ്ഞോണ്ട് ചെയ്യുന്നതല്ലല്ലോ സിനി. ഒക്കെ സംഭവിച്ചു പോയി. ഇനിയില്ലാതെ നോക്കാം. ദീപം ദീപം ദീപം. ഭഗവാനെ, എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തണേ. ആർക്കും ഒരു ദോഷം ഉണ്ടാവരുതേ. ഈശ്വര, ഇത് കൃഷ്ണമോൾക്ക് ശാപം കിട്ടുന്നതിന്റെ സൂചനയാണോ? നാഗദൈവങ്ങളെ, വീണ്ടും പരീക്ഷണം തുടങ്ങിയോ? വ്രതശുദ്ധി തെറ്റിക്കാതെ നിങ്ങൾക്ക് വേണ്ടി പൂജ നടത്തുന്ന കുട്ടിയാ. അവളെ അനുഗ്രഹിക്കണേ നാഗദൈവങ്ങളെ. മോളെ, ഇങ്ങ വന്നേ. പേടിക്കണ്ടോ, വ്രതത്തിന് തടസ്സമുള്ള ഒരു കാര്യമില്ല. താനങ്ങോട്ട് വാ. നവീനെ, നീ കളിയാക്കൊന്നും വേണ്ട. മേഡം, ഞങ്ങളുടെ ഡിസ്കഷൻ എന്താണെന്നറിയോ? നവീൻ സാറിന്റെ നാളത്തെ ബർത്ത്ഡേ കുറിച്ചാ. സംഗതി സിമ്പിൾ ആയിട്ടാണ് നടത്തുന്നത്, പക്ഷെ ഐഡിയാസ് ക്ഷണിക്കുന്നുണ്ട്. മാഡത്തിന് വേണ്ടി പങ്കെടുക്കാതെ. ഞാനെന്ത് പറയണേ മാണിക്കുഞ്ഞെ? അങ്ങനൊന്നും പറഞ്ഞു ഒഴിയാൻ നോക്കണ്ട. താൻ ഏതെങ്കിലും ഒരു ഐഡിയ പറഞ്ഞ അതിലൊരു ലോയൽറ്റി ഉണ്ടാവും. ദാറ്റ് ഐ ലൈക്ക്. നമ്മുടെ വീട്ടിൽ ഒതുങ്ങുന്ന ചടങ്ങല്ലേ, അതിനിപ്പോ പ്രത്യേകിച്ച് എന്ത് തീരുമാനം എടുക്കാനാ? ആ ഗാഥാമ്മയുടെ ആ പറഞ്ഞാലും കാര്യമുണ്ട്. നമ്മളൊരു ഇവന്റ് പ്ലാൻ ചെയ്യുമ്പോ അത് കൊടുക്കുമ്പോ അതിനൊരു കെട്ടുമട്ടും ഒക്കെ വേണ്ടേ സാറേ? ഓക്കെ, ഒന്നുകിൽ സാറിന്റെ അടുത്ത ബർത്ത്ഡേ, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരുടെയും വിവാഹ വാർഷികം. നമുക്ക് പൂർണ്ണമായിട്ടും ഗാഥമാടത്തിന്റെ ഡിസൈനിൽ നടത്തിക്കളയാന്നേ. എന്താ? ഓക്കെ, അല്ലെങ്കിൽ ഞാൻ എന്റെ ജീവിതത്തിലെ എല്ലാ ആഘോഷങ്ങളും ഗാഥയുടെ തീരുമാനത്തിന് വിടാന്നാ വിചാരിക്കുന്നത്. എന്റെ അമ്മേ, സത്യത്തിലേ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴേ ഒരു അമ്മായിമ്മയ്ക്ക് ചെറിയ കുശുമ്പൊക്കെ തോന്നേണ്ടതാ. എന്നാലേ ഒരു കുടുംബത്തിൽ ഒരു എരിച്ചിലും പുകച്ചിലും ഒക്കെ ഉണ്ടാവുള്ളൂ. നീ പോടാ അവിടുന്ന്. അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ തോന്നണമെങ്കില് ഇവളെ ഞാൻ മരുമകളായിട്ട് കണ്ടിട്ട് വേണ്ടേ? ഇവളെന്റെ മോളാ. അപ്പൊ തീർന്നല്ലോ പ്രശ്നം. നന്ദേട്ടാ, നാളത്തെ ബർത്ത്ഡേയുടെ കാര്യങ്ങളാ എല്ലാവരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നെ. മാണിക്കുഞ്ഞെ, ഞാൻ രാവിലെ തന്നെ ചെയ്യേണ്ടത് എന്താണെന്നറിയോ?
മോളെ അയ്യോ ഏയ്, അയ്യോ, ഗാഥ. എന്റെ കാല് കാല് വീണു. എന്താ മോളെ എന്തു പറ്റി അയ്യോ എന്താ അയ്യോ മോളെ കാല് മുറിഞ്ഞല്ലോ. അയ്യോ അമ്മ ചോര വരുന്നുണ്ടല്ലോ. അതവിടെ നന്നായിട്ട് ഫിക്സ് ചെയ്താണല്ലോ സാറേ, പിന്നെ എങ്ങനെ വീണത്? ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ കൃത്യമായിട്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് എങ്ങനെയൊക്കെ സംഭവിച്ചത്? കഥ തനിക്ക് വേദനിക്കുന്നുണ്ടോ? സാരില്ല നവീൻ, ഇത് ചെറിയൊരു മുറിവല്ലേ ഉള്ളൂ. അതൊന്നും പറഞ്ഞ പറ്റത്തില്ല. ആദ്യം ഈ കാല് ക്ലീൻ ചെയ്യാം, എന്നിട്ട് ഡ്രസ് ചെയ്യാം. അയ്യോ അതൊന്നും വേണ്ട. അതൊന്നും പറഞ്ഞ പറ്റത്തില്ല. താൻ എന്നോട് വന്നേ. മോളെ ഹോസ്പിറ്റലിലോ മറ്റോ പോണോ? ആദ്യം ഇതൊന്ന് ക്ലീൻ ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാമേ. കഥ കുഴപ്പമില്ല ആ നവീൻ. വന്നേ, നടക്കും. നന്ദേട്ടാ, ഫോട്ടോ വീണ് പൊട്ടുന്നത് നല്ല സൂചന അല്ലാന്നല്ലേ പറയുന്നത്? എന്തെങ്കിലും ദോഷം കൊണ്ടായിരിക്കോ? താൻ ഇതിനൊന്നും വേറെ അർത്ഥം കാണണ്ട സുമിത്രേ. അതുകൊണ്ട് അകത്ത് വെച്ചിട്ട് അതൊക്കെ അടിച്ചു വരി കളയാൻ നോക്ക്. പറയുന്ന കേൾക്ക് സുമിത്രേ. വെറുതെ കുട്ടികളുടെ മനസ്സിൽ കൂടി ആവശ്യമില്ലാത്ത ചിന്ത വരുത്താതെ ചെല്ല്. തുടർച്ചയായിട്ട് പരീക്ഷണങ്ങളാണല്ലോ.